ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. രണ്ട് മൂന്ന് ആഴ്ചയായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിത്വാനിയയിൽ കുറേ പേര് എനിക്ക് ഇതേപോലെ വന്നുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്. ലിത്വാനിയക്ക് പറഞ്ഞെങ്കിൽ എന്തെല്ലാം വേണം, എന്തൊക്കെയെല്ലാം മറ്റേ കാര്യങ്ങളെല്ലാം അറിയണം, എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എനിക്കറിയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ. ഇത് സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലിത്വാനിയയിൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടേലർ ഡ്രൈവറായിട്ട് വരണമെങ്കിൽ നമുക്ക് സ്പെഷ്യലി ഫസ്റ്റ് ടേലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. ചില ഏജൻസിമാർ പറയുന്നുണ്ട് ഇതേപോലെ ഇത് മാത്രം മതി, ട്രക്ക് ഡ്രൈവിംഗ് മതി. പക്ഷേ എൻ്റെ ഇതിൽ നോളജിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ടേലർ ലൈസൻസ് എടുത്തുകൊണ്ട് വന്നാൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററാണ്. നിങ്ങളിവിടെ ടേലർ ഓടിക്കാനാണ് പറഞ്ഞത്, ട്രക്ക് ഓടിക്കാനല്ല പറഞ്ഞത്. എല്ലാം കിട്ടും. നമുക്ക് IDP നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പം നമ്മൾ 5 ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൽ C+C കാറ്റഗറി ടിക്ക് ചെയ്ത് വരും. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേലറാണ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല. അതില്ലാതെ ആരും, സ്പെഷ്യലി എൻ്റെ ഒരു അറിവ് പറയുന്നതാണ്, ആരും വരല്ല കയറി. ഓക്കെ, നമ്മളെല്ലാം വന്നത് ഇത് ടേലർ ലൈസൻസ് എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലി ഇപ്പം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇംഗ്ലീഷ് മസ്റ്റാണ്. എന്നാൽ ഭയങ്കരമായിട്ട് അറിയാലോ, നിങ്ങൾ വലിയ IT പഠിക്കുന്ന പോലത്തെ ആ ടൈപ്പ് ഇംഗ്ലീഷ് ഒന്നും വേണ്ട. ഒരു നോർമൽ ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അവർ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ റിപ്ലൈ കറക്റ്റായിട്ട് കൊടുക്കണം, ആൻസർ. അപ്പോൾ നിങ്ങൾ പറയണം, അവർക്കിത് മനസ്സിലാവണം. അത്രേ ഉള്ളൂ ബേസിക്. ഓക്കെ, അറിയാത്തവർക്കെല്ലാം ബാക്കി ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാം. അങ്ങനെ കുറേ ഇതെല്ലാം ഉണ്ട്, ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കസ്റ്റമറെ കയറി വിളിച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാം. എന്താണ് മൊബൈലിനെ പറ്റി, സിമ്മിനെ പറ്റി, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ളത് വേണമെന്ന് വണ്ടി ഓടിക്കാം, റിവേഴ്സ്, ടേലർ റിവേഴ്സ് ഇടാൻ നല്ലതായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്കെല്ലാം ഓക്കെ ആയി കിട്ടി, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി, നിങ്ങൾക്ക് VFS സബ്മിഷൻ എല്ലാം ചെയ്ത് നിങ്ങൾക്ക് TRC കാർഡൊക്കെ കിട്ടി, വരുന്നതിന് മുമ്പേ പോയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചിട്ട് നല്ലതായിട്ട് റിവേഴ്സ് പഠിച്ചിട്ടേ ഇവിടെ വരാവുള്ളൂ. ഇവിടെ വന്നാൽ കമ്പനി ടെസ്റ്റ് ഉണ്ട്. കമ്പനി ടെസ്റ്റിൽ പിന്നെ ഫെയിൽ ആവില്ല ആരും. എല്ലാവരും പൈസ കൊടുത്ത് ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അത്രയും നാട്ടിൽ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വണ്ടി നല്ലതായിട്ട് പഠിച്ചിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. ഇവിടെ വന്നാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പാസ്സായ സുഖമായിട്ട് വണ്ടി ഓടിച്ച് നല്ല ജീവിതം കൊണ്ടുപോകാം. പിന്നെ ഇവിടെ ഒരു കഷ്ടപ്പാടില്ല, ഒന്നുമില്ല. എല്ലാവരും കയറി വന്നോളൂ. എല്ലാവരും പറയും കുറേ കഷ്ടപ്പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എവിടെ പോയാലും നമുക്ക് ബുദ്ധിമുട്ടുമുണ്ട്, കഷ്ടപ്പാടുമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ പോലെ അല്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കി കഴിക്കണം. നാട്ടിലാണെങ്കിൽ ശരി, ഓക്കെ, അതിന് തട്ടുകട കിട്ടി അവിടെ പോയിട്ട് നമ്മൾ ദോശയും ചമ്മന്തി പൊറോട്ട എല്ലാം കഴിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കൊണ്ട് പെട്രോൾ പമ്പിൽ പോയാൽ നിങ്ങൾക്ക് ബർഗർ കിട്ടും, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെല്ലാം കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ വീക്കെൻഡിൽ ഒരു വർഷം വേണമെങ്കിൽ അപ്പം കഴിക്കാൻ പോയിട്ട്. ബാക്കിയുള്ള ദിവസം സ്റ്റവ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സ്വന്തം കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് കഴിക്കാം. അത്ര പരിപാടി. നമ്മുടെ ഡ്യൂട്ടി ടൈം കൂടുതൽ ആരും നിങ്ങളെ ഓടിപ്പിക്കത്തില്ല, അത്ര ഓടിക്കത്തുള്ളൂ. നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല. ശമ്പളം മേടിച്ചുകൊണ്ട് സുഖമായിട്ട് വീട്ടിൽ അയച്ച് നിങ്ങൾ ആയിട്ട് നിങ്ങൾ ജീവിച്ചോളൂ, ഒരു പ്രശ്നവും. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചെയ്താലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ല, PCC എടുക്കണം, പിന്നെ മറ്റേ IDP DL എക്സ്ട്രാക്ട്, ഇതൊക്കെ എല്ലാം എടുത്തിരിക്കണം. പിന്നെ അതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം സ്പെഷ്യലി ഇപ്പം നമുക്ക് ലിത്വാനിയ വരണമെങ്കിൽ നമുക്ക് TRC കാണ് സബ്മിഷന് വേണ്ടി ഇന്ത്യയിലില്ല. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ തായ്ലാൻഡ്, സിംഗപ്പൂർ, നേപ്പാൾ, മലേഷ്യ, ദുബായ്, അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ നമുക്ക് ഇതുള്ളൂ. വിസ അല്ല, TRC കാർഡ് സബ്മിഷൻ ചെയ്യാൻ വേണ്ടി VFSൻ്റെ ഇപ്പം 1.5 മാസത്തുള്ളിൽ തന്നെ കുറേ പേർക്ക് ഡേറ്റൊക്കെ കിട്ടുന്നുണ്ട്. ദുബായിലും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മലേഷ്യ, പിന്നെ നമ്മളെ തായ്ലാൻഡ്, സിംഗപ്പൂർ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പം ഡേറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതേ ഉള്ളൂ, അത് എടുത്ത് തന്നവർ എത്ര പൈസ മേടിക്കും അത് നോക്കണം നിങ്ങൾ ശരിക്കും. പിന്നെ കറക്റ്റ് ഏജന്റ്മാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കാവുള്ളൂ, ഡേറ്റിന് വേണ്ടിയല്ല. ഫ്രോഡിനടുത്ത് ആരും ഫ്രോഡിലാവല്ലേ. എന്നാൽ ചിലരെല്ലാം പൈസ കൊടുത്തിട്ട് അവിടെ പോയിട്ട് പിന്നെ നോക്കുമ്പോൾ അവർക്ക് ഡേറ്റ് ഇല്ലായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു VFSൻ്റെ എടുത്ത് തരണമെങ്കിൽ ജസ്റ്റ് അവർ നിങ്ങൾക്ക് എഴുതി തരും, ഒരു പാസ്വേഡും ഒരു മെയിൽ എഴുതി തരും. അത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാവുള്ളൂ. അതിൽ നിങ്ങൾ VFS നിങ്ങളതിൽ പേരുണ്ടാകും ചെക്ക് ചെയ്തോണം. ഇതല്ല എൻ്റെ ജസ്റ്റ് ഒരു അറിവുകൊണ്ട് പറയണുള്ളൂ. ബാക്കി എനിക്കറിയാം, ബാക്കിയെല്ലാം നല്ല ബുദ്ധിമുട്ടുള്ള അറിയാം. പക്ഷെ എന്നാലും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് എല്ലാം ചെയ്തോണം, ആ ഡേറ്റ് എടുത്ത് തന്നാലും. പിന്നെ ഇതുള്ള ബാക്കിയെല്ലാം പിന്നെ കയറി വന്നോളൂ, സുഖമായിട്ട് ഇവിടെ കയറി വന്നു ഇവിടെ വണ്ടി ഓടിച്ചോളൂ. ഇപ്പോൾ തണുപ്പെല്ലാം തുടങ്ങാറായി.
ചെറുതായിട്ട് തണുപ്പെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ചിലയിടത്തെല്ലാം മഞ്ഞ് വീഴ്ചലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം തണുപ്പിന് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനിയിപ്പം. അപ്പം നാട്ടിൽ നിന്ന് പറഞ്ഞവരെല്ലാം അവരെ നാട്ടിൽ നിന്ന് കുറച്ച് ഇന്നർ വെയർസും അല്ലാതെല്ലാം ബോഡി വാർമറെല്ലാം കൊണ്ടുവന്നത് നല്ലതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് വില കുറഞ്ഞ് കിട്ടുമല്ലോ. വേറെ ബാക്കി എല്ലാവർക്കും സുഖമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഏഷ് ചെയ്തോളൂ, എല്ലാവരും വന്നോളൂ, യൂറോപ്പിലോട്ട് വന്നോളൂ. വന്ന് വണ്ടിയെല്ലാം ഓടിച്ച് എല്ലാവരും ലൈഫെല്ലാം സെറ്റിൽ ചെയ്തോളൂ നല്ലതായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലോട്ട് പിന്നെ എപ്പോഴും കാണാം. ഓക്കെ, ഫ്രീ ആകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ടിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.